സായിരാം, എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിൻ പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. 15 സാധനകളില് 6 സാധന വരെ നമ്മൾ നോക്കി. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്ന സാധനകളെ നിധിധ്യാസകന് എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് ആചാര്യസ്വാമി വേറൊരു തരത്തില് ഒരു ജ്ഞാനനിഷ്ഠയ്ക്കായിട്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശം എങ്ങനെയായിരിക്കണം, കാലം എങ്ങനെയായിരിക്കണം എന്ന് കണ്ടു. എല്ലാത്തിലും ബ്രഹ്മത്തെ മാത്രം ദർശിക്കലാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴി. അടുത്ത 7ാമത്തെ സാധനയെ, പതഞ്ജലി സൂത്രത്തിലെ 7ാമത്തെ സാധനയെ പറയുന്നു. ആസനം എന്ന സാധനയെയാണ് ഇപ്പോ ഒരു നിധിധ്യാസകൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്, അത് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. 112ാമത്തെ ശ്ലോകം. സുഖേനൈവ ഭവേദ്യസ്മിൻ അജസ്രം ബ്രഹ്മചിന്തനം ആസനം തദ്വിജാനീയാത് നേതരത് സുഖനാശനം. സുഖേനൈവ ഭവേദ്യസ്മിൻ അജസ്രം ബ്രഹ്മചിന്തനം ആസനം ത്വദ്വിജാനീയാത് നേതരത് സുഖനാശനം. ഏത് രീതിയിൽ ഇരുന്ന് ധ്യാനം ചെയ്യണം, അതാണ് വിഷയം. അതായത് നമ്മുടെ സീറ്റ്, ഇരിക്കുന്ന സീറ്റ് എങ്ങനെ ഇരിക്കണം, ഹാർഡായിരിക്കണോ, കട്ടിയുള്ളത് വേണോ, അതോ വളരെ തണുത്ത സോഫ്റ്റ് ആയിട്ടുള്ളതാണോ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ സാധാരണ പറയും വളരെ ഹാർഡ് ആകാൻ പാടില്ല, ഒത്തിരി സോഫ്റ്റും ആകാൻ പാടില്ല, മീഡിയം വേണം എന്നൊക്കെ സാധാരണ ആസനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയും. അപ്പൊ എങ്ങനത്തെ സീറ്റ് വേണം, ഒരു വിഷയം അതാണ്. എങ്ങനത്തെ സീറ്റ്, ഇരിപ്പിടം എങ്ങനത്തതായിരിക്കണം, ഇരിക്കാൻ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ എങ്ങനെയായിരിക്കണം. പിന്നെ ഒരു കാര്യം വരുന്നത് എങ്ങനെ ഇരിക്കണം, ഏത് ആസനം ശീലിക്കണം. ഉപയോഗിക്കുന്ന വസ്തു ഒന്ന്, പിന്നെ ഏത് ആസനം ശീലിക്കണം, ഏത് രീതിയിൽ ഇരിക്കണം, അതാണ് ഇവിടെ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം. ഏത് രീതിയിൽ ഇരിക്കണം എന്നുള്ളതാണ്. മറ്റേതിന് മീഡിയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സുഖമായിട്ടിരിക്കാൻ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ, ഒരുപാട് സുഖവുമല്ല ഒരുപാട് വിഷമവുമല്ല എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നിധിധ്യാസകന് ഏത് വിധം ആസനമാണ് വേണ്ടത്, ഏത് രീതിയിലാണ് നിധിധ്യാസകൻ ആ ഇരിപ്പ് ശീലിക്കേണ്ടത്. അപ്പൊ ഏത് ആസനത്തിൽ വേണമെങ്കിലും നിധിധ്യാസനത്തിന് വേണ്ടിയിട്ട് ഇരിക്കാം, കിടക്കാം, എങ്ങനെ വേണമെങ്കിൽ ആകാം. നിധിധ്യാസനത്തിന് ഒരു നിബന്ധനയുമില്ല, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിധിധ്യാസനം എങ്ങനെ ഇരുന്നാൽ നമുക്ക് സന്തോഷമോ അത് തന്നെയാണ് ആസനം എന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇരുന്നാലാണോ സന്തോഷമായിട്ടിരിക്കുന്നത് അതാണ് നിധിധ്യാസകന്റെ ആസനം. സാധാരണ ക്ലാസ്സില് നമ്മൾ ഗുരുനാഥന്റെ മുമ്പിൽ താഴെ ഇരിക്കുന്നതിന് സുഖാസനം എന്ന് പറയും. താഴെ സാധാരണ രീതിയിൽ ഇരിക്കുന്നതിന് സുഖാസനം. ഈ സാധാരണ ഇരിക്കുന്ന, നമ്മൾ നിലത്ത് സാധാരണ ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ ആസനത്തിൽ കൂടുതൽ സമയം സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും.
പ്രത്യേക രീതിയിലുള്ള യോഗാസനത്തിൽ പറയുന്ന രീതിയിലുള്ള പത്മാസനമോ അങ്ങനെയുള്ള സംഭവമൊന്നും അല്ലാതെ വെറുതെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത് ചമ്മറം പണിഞ്ഞിരിക്കുക എന്ന് പറയുമല്ലോ മലയാളത്തില്. അങ്ങനെ ഇരിക്കുന്ന ആ ഇരിപ്പില് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാൻ സാധിക്കും, വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് അതിനെ സുഖാസനം എന്ന് തന്നെ പറയുന്നത്. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസനം സുഖാസനം, ഏറ്റവും സൗകര്യ. ഇവിടെ ആചാര്യർ പറയുന്നു, എങ്ങനെ ഇരുന്നാലാണോ, പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനെ ഇരുന്നാലാണോ നമ്മുടെ മനസ്സ് ശരീരത്തിൽ ശ്രദ്ധിക്കാതെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയോടെ ഇരിക്കുന്നുവോ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആസനം. ഇവിടെ നിയമങ്ങളൊന്നുമില്ല, ഒറ്റ നിയമമേ ഉള്ളൂ. എന്താണ്? മനസ്സ് കൂടെ നിന്ന് പോകരുത്, മനസ്സ് ലക്ഷ്യത്തിൽ നിന്ന് പോകരുത്. ശരീരത്തിൽ ശ്രദ്ധ കൂടുതൽ വന്നാൽ എന്താവും? അപ്പൊ മനസ്സ് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറും. ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരം. അപ്പോ നിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഇരിക്കുന്നത്? എപ്പോഴും അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലാണല്ലോ ഇരിക്കേണ്ടത്. ആ ഇരിപ്പ് തുടർന്ന് പോകുന്നതിനാണ് ഇവിടെ ഈ പരിശീലനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായി, ജ്ഞാനത്തിലെ കുറെ കാര്യങ്ങളായി, ആ സ്റ്റെപ്പുകൾക്ക് ഹയർ ലെവലിലുള്ള സ്റ്റെപ്പിലെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നിധിധ്യാസകൻ എന്നുള്ളൊരു ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റാറ്റസ് ആയി ഇപ്പോ. അപ്പൊ ഇനി എങ്ങനെയാണ് വേണ്ടേ എന്നാണ്. അപ്പോൾ എങ്ങനെയാണോ സുഖമായിട്ടിരിക്കുമ്പോ ശരീരത്തിൽ ശ്രദ്ധ പോകാതെ, എന്താ വെച്ചാൽ സുഖമായിട്ട് ഇരുന്നില്ലെങ്കിൽ അവിടെ കാലുവേദന, മുട്ടുവേദന, അല്ലെങ്കിൽ കാല് തരിപ്പ്, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഞെളിപിരി കൊള്ളും. അങ്ങനെ ഞെളിപിരി ഒന്നും കൊള്ളാതെ നമുക്കിതിനെക്കുറിച്ചൊരു നമ്മുടെ ശരീരത്തെ കുറിച്ച് ബോധമില്ലാത്തൊരു രീതിയിൽ തന്നെ മനസ്സ് ഏകാഗ്രമായിട്ട് ആത്മചിന്തയിൽ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരുന്നോളൂ എന്നാണ് ആചാര്യര് പറയുന്നത്. ഇരിക്കുന്ന വിധം മുഖ്യമല്ല എന്നർത്ഥം. ഇരിക്കുന്ന വിധം മുഖ്യമല്ല. നേരെ മറിച്ച് ആദ്യത്തെ സ്റ്റേജില് യോഗാസനത്തിലൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം നിർബന്ധമുണ്ട്. എൻ്റെ പാദങ്ങൾ എങ്ങനെ ഇരിക്കണം, കൈ എവിടെ വെക്കണം, കൈ കോർത്തു വെക്കണോ, നിർത്തി വെക്കണോ എന്ന ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ എന്തായാലും ഒരുപാട് നിബന്ധനകൾ അവിടെ ഉണ്ടെന്നറിയാം. ഒരുപാട് നിബന്ധനകളുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളൊക്കെ യോഗാസനം പഠിക്കാനായിട്ട് പോകാത്തത്. എന്താ വെച്ചാൽ നമുക്കറിയാം അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. അത് ശരീരത്തെ വഴക്കിയെടുക്കണമെങ്കിൽ ഈ പ്രായത്തിലൊന്നും പറ്റില്ല. ചെറുപ്പത്തിലെ കുഞ്ഞിലെയൊക്കെ നോക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ അതിനൊന്നും പോവാത്തത്. അപ്പൊ ഏതായാലും ശങ്കരാചാര്യസ്വാമി ഇവിടെ നമുക്കൊരു വലിയൊരു മഹാഭാഗ്യം തരുന്നുണ്ട്. എങ്ങനെയാണോ ശരീരത്തിലൊന്നും ശ്രദ്ധിക്കാതെ, ശരീരത്തിന്റെ ശ്രദ്ധ, മനസ്സിന്റെ ശ്രദ്ധ ശരീരത്തിൽ പോകാതെ ആത്മചിന്തയിൽ മാത്രമായിട്ടിരിക്കുന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരുന്നോളാൻ പറയുക. സുഖേന ഏവ ഭവേത് അജസ്രം ബ്രഹ്മചിന്തനം എന്നാണ് പറയുന്നത്. സുഖേന ഏവ ഭവേത് അജസ്രം ബ്രഹ്മചിന്തനം. നമ്മുടെ ലക്ഷ്യം പറയുകയാണ് ആചാര്യസ്വാമി. ബ്രഹ്മചിന്തനമാണ് ലക്ഷ്യം. അപ്പോ സുഖേന ഭവേത്, അതെങ്ങനെ സുഖമായിട്ട് ലഭിക്കും? അതെങ്ങനെ ഈസി ആയിട്ട് ആ ബ്രഹ്മചിന്തനം നടക്കും? അജസ്രം, കുറച്ചു സമയം പോരാ, ദീർഘകാലം അജസ്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ധാരാളം സമയം ആ ബ്രഹ്മചിന്തനത്തിൽ ഇടതടവില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റണം. കൂടുതൽ സമയം ബ്രഹ്മചിന്തനത്തിൽ, അതാണല്ലോ നിഷ്ഠ. ആ നിഷ്ഠയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ അതിന്റെ ആദ്യത്തെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ കൂടുതൽ സമയം ബ്രഹ്മചിന്തനത്തിൽ ഇരിക്കാനായിട്ട് ഏത് ആസനമാണോ സൗകര്യമാകുന്നത് അതിനെ എടുത്തോളാനാണ് പറയുന്നത്. ആസനം തത് വിജാനീയാത്, അതിനെയാണ് നിങ്ങളുടെ ആസനം എന്ന് തിരിച്ചറിയുക എന്നാ പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കൊന്നും വേണ്ട. എങ്ങനെ ഇരിക്കുമ്പോഴാണോ ബ്രഹ്മചിന്തനത്തിന് ഒരു തടസ്സവുമില്ലാതെ കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ആസനം എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക എന്ന് പറഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അത് വിട്ടു ആചാര്യസ്വാമി. നിങ്ങൾ തിരിച്ചറിഞ്ഞോളുക ഏതാണ് നല്ലതെന്നുള്ളത്. കാര്യം എന്തായിരിക്കണം? ലക്ഷ്യം എന്തായിരിക്കണം? കൂടുതൽ സമയം ബ്രഹ്മചിന്തനത്തോടെ ഇരിക്കാൻ പറ്റുന്നതായിരിക്കണം. എന്ത് നല്ല, എന്താ പറയാ, ഇത്രയും നമുക്ക് സൗകര്യം ആചാര്യസ്വാമി ചെയ്തു തരുന്നു. ഒരു നിർബന്ധവും പിടിക്കുന്നില്ല. കാരണം ഇപ്പോൾ ആചാര്യസ്വാമി ഇത്രയും വരെ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾ
അതെല്ലാം ആചരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന പരിപൂർണ വിശ്വാസത്തിലാണ് ആചാര്യസ്വാമി ഇത് പറയുന്നത്. അല്ലാതെ ഇന്ന രീതിയിലുള്ള യോഗശാസ്ത്രപ്രകാരമായിട്ടുള്ള ആസനമൊന്നും ഇവിടെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. മറ്റ് സുഖം കളയുന്ന ആസനങ്ങളൊന്നും നമുക്ക് പറ്റില്ല. അതൊന്നും നമുക്ക് ഇവിടെ ആസനമല്ല. അപ്പോ ഈ സുഖം തരുന്നത് ഏതാണോ, മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കൊണ്ടുപോകുന്നത് ഏതാണോ, ആ ആസനം തത് വിജാനീയ, അതിനെയാണ് നിങ്ങൾ ആസനം എന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റേതൊന്നും ആസനമല്ല. സുഖം കളയുന്നത് അല്ലെ, കംഫർട്ട് നശിപ്പിക്കുക ചെയ്യുക. എപ്പോഴും ഒരു ചെറിയൊരു പെയിൻ ഉണ്ടായാൽ, ശരീരത്തിൽ ഉണ്ടായാൽ, നമ്മുടെ ശ്രദ്ധ ഉടനെ ആ ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് പോകും. ഇത് ഈ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. എവിടെ പെയിൻ ഉണ്ടോ അവിടേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് പോകും. അപ്പോ ഈ ബ്രഹ്മചിന്തനം ചെയ്ത് 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 വേണം ശരീരത്തിനെ, ഞാൻ ശരീരമല്ല എന്നാണല്ലോ വിചാരിക്കുന്നത്. അങ്ങനെ ഈ വേദന നമ്മൾ അറിയാത്തൊരു സ്റ്റേജ് ഉണ്ടാവും. ഒരു വേദനയും നമ്മൾ അറിയാത്ത സ്റ്റേജ് നമ്മൾ വലിയ വലിയ ആചാര്യന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട് ധാരാളം. അപ്പോ അതുകൊണ്ട് അത് ഇങ്ങനെ ശീലിച്ചാലേ അങ്ങനെ വരുള്ളൂ. ബ്രഹ്മചിന്തനത്തിൽ മാത്രം ഇരിക്കുമ്പോൾ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അറിയില്ല. അപ്പോ ആദ്യത്തെ തുടക്കുന്ന ആ ഒരു ഇരുന്ന് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വേദനകൾ ഉണ്ടെങ്കിൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ എങ്ങനെയാണോ സുഖമായിട്ടിരിക്കാൻ വേണ്ടി, ഇപ്പൊ ഞാൻ സുഖമായിട്ടായിരിക്കണേ, ശരി, അപ്പൊ നിങ്ങൾ ബ്രഹ്മചിന്തനം നടത്തൂ, കൂടുതൽ സമയം അങ്ങനെ തന്നെ ഇരിക്കൂ. അപ്പൊ ആ ആസനം തന്നെയാണ് നിങ്ങളുടെ ആസനം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ എന്നാണ് ആചാര്യസ്വാമി അവിടെ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ശരീരത്തിന് വേദന ഉണ്ടാകുന്ന ഒരു ആസനം സ്വീകരിച്ചാൽ അറ്റൻഷൻ ബ്രഹ്മത്തിൽ പോകില്ല. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടേ. ഏതാണോ സുഖമായിട്ട് ഈ ബ്രഹ്മചിന്തനത്തിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നത് അത് തന്നെ നിങ്ങളുടെ ആസനം. അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോ ഒരാൾ പറയുന്ന ഒരു പ്രത്യേക ആസനത്തിൽ ഇരുന്ന് വേണം നിധിധ്യാസനം ചെയ്യാൻ എന്ന്, അതിന് ആചാര്യര് ഒരു മറുപടി പറയുന്നുണ്ട്. അതാണ് അടുത്ത ശ്ലോകം. പ്രത്യേക ആസനം വേണം എന്ന് പറഞ്ഞപ്പോ ആചാര്യസ്വാമി അതിനൊരു മറുപടി പറയുകയാണ്. സിദ്ധം യത് സർവഭൂതാദി വിശ്വാധിഷ്ഠാനമവ്യയം യസ്മിൻ സിദ്ധാ സമാവിഷ്ടാഃ തദ്വൈ സിദ്ധാസനം വിദുഃ. സിദ്ധം യത് സർവഭൂതാദി വിശ്വാധിഷ്ഠാനമവ്യയം യസ്മിൻ സിദ്ധാ സമാവിഷ്ടാഃ തദ്വൈ സിദ്ധാസനം വിദുഃ. യോഗശാസ്ത്രത്തില് സിദ്ധാസനം എന്നൊരു ആസനം ഉണ്ടെന്നാ പറയുന്നത്. യോഗ ശാസ്ത്രത്തില് പതഞ്ജലി മഹർഷിയുടെ അതില് സിദ്ധാസനം എന്ന ഒരു ആസനമുണ്ട് എന്ന് പറയും. സുഖാസനത്തില് കാലുകള് സ്വല്പം കൂടി അകത്തി വെച്ച് ഇരിക്കുന്നത് കാണും. അങ്ങനെ ഇരിക്കുന്നതിലാണ് സിദ്ധാസനം എന്ന് പറയും. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ടെക്നിക്കലി അറിയില്ല, എന്തായാലും ഇത്രയും മനസ്സിലാക്കുക. ഒരാൾ പറയുന്നു, ഒരു പ്രത്യേക ആസനത്തിൽ ഇരുന്നാലേ ബ്രഹ്മത്തെ ധ്യാനിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സിദ്ധാസനത്തിൽ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മത്തെ ധ്യാനിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സിദ്ധാസനം ശീലിക്കണം. സിദ്ധാസനത്തിൽ കൂടിയേ നിങ്ങൾക്ക് ബ്രഹ്മത്തെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് അതൊരു നിയമമായിട്ട് പറയുകയാണ്. അപ്പൊ ആചാര്യസ്വാമി പറയുന്നു, അങ്ങനെ നിയമമൊന്നുമില്ല, അങ്ങനെ നിയമമില്ല. ആചാര്യസ്വാമി അതിനെ ഭയങ്കരമായിട്ട് നിശ്ചിതമായിട്ട് അതിനെ മാറ്റിക്കളയുകയാണ്. അങ്ങനെ നിയമമില്ല. മറ്റേ ആളെന്താ പറഞ്ഞേ, സിദ്ധാസനം അതിലിരുന്നാലേ നിങ്ങൾക്ക്, ഇന്നൊരു രീതിയിൽ ഇരുന്നാലേ നിങ്ങൾക്ക് ആ നിങ്ങളുടെ മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുള്ളൂ, നിൽക്കുള്ളൂ. സ്വാമി അപ്പൊ ആചാര്യസ്വാമി പറയുന്നു, അങ്ങനെ ഒരു നിയമമൊന്നുമില്ല, അത് തെറ്റാണ് അങ്ങനെ നിയമം പറഞ്ഞാൽ. കാരണം നേരത്തെ പറഞ്ഞതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. കാരണം എന്താണ്? നിധിധ്യാസകന് ബ്രഹ്മം തന്നെ സിദ്ധാസനം. അയാൾക്ക് എന്താണ്? അയാൾക്ക് എല്ലാം ബ്രഹ്മമാണ്. നേരത്തെ ദേശം കാലം ഒക്കെ പറഞ്ഞു. അതുപോലെ സിദ്ധാസനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബ്രഹ്മം തന്നെ സിദ്ധാസനം. സിദ്ധാസനം ഈസ് ഈക്വൽ ടു ബ്രഹ്മം. ആരെ സംബന്ധിച്ചിടത്തോളം? നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം.
അവിടെ ആ ഒരു നിയമങ്ങളും ഇല്ല, യാതൊരു എല്ലാ സർവം ബ്രഹ്മമയം എന്ന് പറഞ്ഞ പിന്നെ അവിടെ എന്ത് നിയമം? ഒരു നിയമങ്ങളും ഇല്ല. സിദ്ധാസനം എന്ന വാക്കില് ശരിക്കും രണ്ട് കാര്യങ്ങൾ ഉണ്ടാന്ന് പറയുന്നത്. ഒന്ന് സിദ്ധ എന്നുള്ളത്, പിന്നെ ഒന്ന് ആസനം. സിദ്ധ ആസനം. സിദ്ധം എന്നാൽ എന്താണ്? ഓൾറെഡി അക്വയേർഡ്, കിട്ടിയത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. റെഡി ആയിട്ടുള്ളത് സിദ്ധം, ഓൾറെഡി അക്വയേർഡ്, കിട്ടിയത്, റെഡി ആയിട്ടുള്ളത്. ഇപ്പൊ സന്യാസിമാർക്ക് സിദ്ധാന്ന എന്ന് പറയും. സിദ്ധാന്ന, സിദ്ധ അന്നം. ഇപ്പോ സന്യാസിമാർക്ക് ഒരു നിയമമുണ്ട്, അവര് പാചകം ചെയ്ത് കഴിക്കരുത് എന്നുണ്ട്. സന്യാസിമാരൊരിക്കലും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കരുത്. പക്ഷെ പാകം ചെയ്തത് ഭിക്ഷയായിട്ട് സ്വീകരിക്കാം, അങ്ങനെ നിയമം ഉണ്ടെന്നാണ് പറയുന്നത്. പാചകം ചെയ്ത ഭക്ഷണം അത് ഭിക്ഷയായിട്ട് സ്വീകരിക്കാം. സ്വയം സന്യാസിക്ക് സ്വയം പാചകം ചെയ്യുന്നൊരു പരിപാടി ഇല്ല, അവരുടെ നിയമം അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ സിദ്ധ അന്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പാചകം ചെയ്യപ്പെട്ട അന്നം അതവർക്ക് ലഭിക്കുന്നു. പാചകം ചെയ്യപ്പെട്ട അന്നം, സിദ്ധ അന്നം. അവർക്ക് ബ്രഹ്മം സിദ്ധവസ്തു. അവർക്ക് ബ്രഹ്മം എങ്ങനെയാണ്? സിദ്ധവസ്തുവാണ് അവർക്ക്. കാരണം അവരെ എന്താ പറയുന്നത്? ബ്രഹ്മസിദ്ധൻ ആണ്. അവര് ബ്രഹ്മസിദ്ധൻ ആണ്. ബ്രഹ്മം ലഭിച്ച അവസ്ഥയില് ബ്രഹ്മജ്ഞാനിയായി. ബ്രഹ്മസിദ്ധം. ബ്രഹ്മസിദ്ധം എന്തിന്? അന്നത്തിന് അങ്ങനെ പറഞ്ഞു, സിദ്ധമന്നം എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ബ്രഹ്മത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവര്, ആ സന്യാസിമാര്? ബ്രഹ്മസിദ്ധം. അവർക്ക് സിദ്ധം വസ്തുവാണ് ബ്രഹ്മം. അതുകൊണ്ടാണ് അവരെ ബ്രഹ്മസിദ്ധൻ എന്ന് പറയുന്നത്. ബ്രഹ്മം ലഭിച്ച അവസ്ഥയിലാണ് അവർക്ക്. ആ ഒരു രീതിയിലാണ് അവരിതിനെ കാണുന്നത്. ബ്രഹ്മജ്ഞാനിയായി. എങ്ങനെയാണ്? അഹം ശബ്ദേന. അഹം ശബ്ദേന എന്ന് പറഞ്ഞാൽ എപ്പോഴെല്ലാം ഞാൻ എന്ന് പറയുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എന്ന വാക്കിൽ അഹം അഹം എന്ന് ആ പരിധില് ബ്രഹ്മം, അഹം എന്നുള്ളത് ബ്രഹ്മം തന്നെയായിട്ടാണ് അവർക്ക് സിദ്ധമായതല്ലേ. അപ്പോ അവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അഹം എന്ന് പറയുമ്പോഴേ ബ്രഹ്മസിദ്ധന്മാർക്ക് അഹമാരാണ്? ബ്രഹ്മമാണ്. അവിടെ പിന്നെ പ്രത്യേകിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അഹം എന്നവർ ഉപയോഗിക്കുമ്പോഴേ അവർ ബ്രഹ്മമാണ്. അഹം അഹം എന്ന് ബ്രഹ്മം ഓൾറെഡി അക്കംപ്ലിഷ്ഡ്, ഓൾറെഡി അക്കംപ്ലിഷ്ഡ്, ബ്രഹ്മം സിദ്ധമായിരിക്കുന്നു. അഹം അഹം എന്ന വാക്കിൽ തന്നെ ബ്രഹ്മം സിദ്ധമായിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു. ലോകത്തില് ആദ്യം എല്ലാ കാര്യങ്ങളും സാധ്യമായിട്ടാണ് വരിക. സാധ്യം ഇല്ലേ? നമുക്കത് കിട്ടാം, നമുക്കതിനു വേണ്ടി സമ്പാദിക്കാനൊക്കെ പുറപ്പെടും, സാധ്യമായിട്ടാണ് മുമ്പിലിരിക്കുന്നത്. പിന്നീട് അത് സിദ്ധമാവും. പ്രവർത്തനം കൊണ്ട് ബാക്കി ചെയ്ത് അതിനെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അതിനെ സിദ്ധമാക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സാധ്യം മുന്നിൽ കാണും. നമ്മുടെ ആഗ്രഹം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യമായിട്ടായിരിക്കും ആ ആഗ്രഹം ഉണ്ടാകുന്നത്. പിന്നീട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളതിനെ സിദ്ധമാക്കും, നമ്മുടെ സ്വന്തമാക്കും, നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ ഇവിടെ ഈ സന്യാസിമാരെല്ലാം അഹം അഹം എന്ന് പറയുമ്പോൾ അവര് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണെന്നാണ് ആ വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് ബ്രഹ്മം സിദ്ധവസ്തുവായിട്ടാണ്, അവര് ഓൾറെഡി അക്കംപ്ലിഷ്ഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോ സാധ്യം പിന്നീട് സിദ്ധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആസനം എന്ന കാര്യത്തിന് വേറൊരു പേര് ലയസ്ഥാനം എന്നും കൂടെ പറയുന്നുണ്ട്. ആസനം എന്നതിന് ലയസ്ഥാനം എന്നൊരു പദപ്രയോഗം കൂടെ ഉണ്ട്. ആസ്യത്തെ ഉപവിശ്യത്തെ അസ്മിൻ. ആസ്യത്തെ ഉപവിശ്യത്തെ അസ്മിൻ. ഏതിലാണോ എല്ലാം വന്ന് അടങ്ങുന്നത്, ഏതിലാണോ എല്ലാം വന്ന് ഒതുങ്ങുന്നത്, അത് ആസനം. അതാണ് ബ്രഹ്മം. അങ്ങനെയാണ്, അങ്ങനൊരു രീതിയും കൂടെ ഇതിനെ കൊണ്ടുവരുന്നുണ്ട്. ബ്രഹ്മം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നും ഉള്ളതാണ് ബ്രഹ്മം. എന്നും ഉള്ളതാണ് ബ്രഹ്മം.
അപ്പോ അദ്ദേഹത്തിന് എന്താണ്? ആസ്യത്തെ ഉപവിശ്യത്തെ അസ്മിൻ. എല്ലാം അദ്ദേഹത്തിൽ. അദ്ദേഹം ആരാണ്? ബ്രഹ്മം. അദ്ദേഹത്തിൽ വന്ന് ലയിക്കുന്നു, അല്ലെ? സിദ്ധനാണ്, ഓൾറെഡി കിട്ടിയ ഒരാളാണ്. അപ്പൊ എല്ലാം അദ്ദേഹത്തിൽ, അതായത് ബ്രഹ്മത്തിൽ വന്ന് ലയിക്കുന്നു, ഒതുങ്ങുന്നു, അടങ്ങുന്നു. എല്ലാം എവിടെ വന്ന് ഒതുങ്ങുന്നു, അടങ്ങുന്നതും ബ്രഹ്മത്തിലാണ്. അപ്പോ ആസ്യതേ ഉപവിശ്യതേ അസ്മിൻ. അപ്പൊ അദ്ദേഹം സിദ്ധനായതിനാൽ, ബ്രഹ്മത്തെ സിദ്ധിച്ചിരിക്കുന്ന ആളായതിനാൽ എല്ലാം അദ്ദേഹത്തിൽ വന്ന് ഒടുങ്ങുന്നു, അടങ്ങുന്നു. അപ്പോ അവിടെ അദ്ദേഹം ബ്രഹ്മം തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ബ്രഹ്മത്തെ, എല്ലാം ഏതിൽ നിന്ന് ഒതുങ്ങുന്നുവോ ആ ബ്രഹ്മത്തെ സിദ്ധന്മാര് പ്രാപിച്ചിരിക്കുന്നു. അവര് ആ ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കുന്നു. ആര്? സിദ്ധന്മാർ. അപ്പോ ആ ബ്രഹ്മമേ സിദ്ധാസനം. നമ്മുടെ ആചാര്യർ പറയുന്നത്, ആചാര്യസ്വാമിയുടെ പറയുന്നത്, ആ ബ്രഹ്മം തന്നെ സിദ്ധാസനം. പിന്നെ വേറൊരു ആസനം എന്തിനാണ്? ഇന്ന രീതിയിൽ ഇരിക്കണം എന്നൊരു നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. കാരണം നിധിധ്യാസനെ സംബന്ധിച്ച് ജ്ഞാനിയാണ് ബ്രഹ്മത്തെ സിദ്ധിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ആ ബ്രഹ്മം തന്നെയാണ് സിദ്ധാസനം. ഇങ്ങനെയുള്ള ബ്രഹ്മമായ സിദ്ധാസനത്തെ പ്രാപിച്ചവർക്ക് വേറെ യോഗസമാനമായ യോഗശാസ്ത്രത്തിൽ പറയുന്ന സിദ്ധാസനം ആവശ്യമില്ല. നിധിധ്യാസകനെ സംബന്ധിച്ചുള്ള സിദ്ധനാണ്, ബ്രഹ്മം ലഭിച്ചവനാണ്, ജ്ഞാനിയാണ്. ജ്ഞാനനിഷ്ഠയിലുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ പറയുന്നത്. ജ്ഞാനിയാണ്, ബ്രഹ്മത്തെ ലഭിച്ചിട്ടുണ്ട്, ആ ബ്രഹ്മത്തിൽ ഇരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞു, കൂടുതൽ സമയം ഇരിക്കുമ്പോ, സുഖമായിട്ടിരിക്കുമ്പോ ആ ബ്രഹ്മജ്ഞാനത്തിൽ ഇരിക്കുന്നോ അത് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെയുള്ള ആൾക്ക് വേറെ നിയമപ്രകാരമുള്ള ഒരു ആസനം ആവശ്യമില്ല. കാരണം ബ്രഹ്മം തന്നെയാണ് ആസനം. ബ്രഹ്മത്തിലാണ് എല്ലാം വന്ന് ഒടുങ്ങുന്നതും അടങ്ങുന്നതും എല്ലാം അവിടെ തന്നെയാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ വേറൊരു ആസനത്തിൽ കൂടി പോയി പ്രാപിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എവിടെ ഇരിക്കുന്നോ അത് തന്നെ അദ്ദേഹത്തിന്റെ ആസനം. അദ്ദേഹം എങ്ങനെ ഇരുന്നാലും അത് അദ്ദേഹത്തിന്റെ ആ ആസനം തന്നെയാണ്. കാരണം അദ്ദേഹം ബ്രഹ്മമാണ്, ബ്രഹ്മം തന്നെ ആസനം. അപ്പൊ ബ്രഹ്മമായ സിദ്ധാസനത്തെ പ്രാപിച്ചവർക്ക് വേറെ യോഗാസനപരമായിട്ടുള്ള സിദ്ധാസനം ആവശ്യമില്ല. അതാ സിദ്ധാസനം എന്നുള്ള ആ ഒരു പ്രയോഗം ഒരാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. സിദ്ധാസനത്തിൽ കൂടിയേ മോക്ഷം ലഭിക്കുള്ളൂ എന്ന് ആ യോഗശാസ്ത്രത്തിലുള്ള സിദ്ധാസനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ടാണ് ആചാര്യസ്വാമി പറഞ്ഞ അങ്ങനെയല്ല, അങ്ങനെ സിദ്ധാസനം തന്നെ വേണമെന്നൊന്നുമില്ല. കാരണം നിധിധ്യാസകൻ ഓൾറെഡി ബ്രഹ്മസിദ്ധനാണ്, ബ്രഹ്മം സിദ്ധിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ അയാള് എങ്ങനെ ഇരിക്കുന്നു അത് തന്നെ സിദ്ധാസനം. കാരണം ബ്രഹ്മം തന്നെയാണ് എല്ലാം. സിദ്ധാസനം മൂലം ബ്രഹ്മത്തെ, അവർക്ക് ആ ആസനത്തിൽ ഇരുന്ന് അങ്ങനെ ബ്രഹ്മത്തെ പ്രാപിക്കേണ്ടതില്ല. അവർ ഓൾറെഡി ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവര്. അഹം എന്ന് പറയുമ്പോഴേ ബ്രഹ്മത്തിലാണ് അവര്. അപ്പോ നമസ്കാരത്തിന്റെ നിയമങ്ങള്, പിന്നെ ഇരിക്കുന്ന സമയത്ത് ചിന്മുദ്ര പിടിക്കുക, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മുദ്രകൾ പിടിക്കുക, മുട്ടിന്റെ മുകളിൽ കൈവയ്ക്കുക, ചിലര് കോർത്ത് മടിയിൽ വെക്കുക, ചിലര് തൊഴുതുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള മുദ്രകൾ രീതിയൊന്നും ആർക്കാവശ്യമില്ല? നിധിധ്യാസകനൊന്നും വേണ്ട. നമസ്കാരങ്ങൾക്ക് അങ്ങനെ നിയമമൊന്നുമില്ല. നിധിധ്യാസകന് അഷ്ടാംഗം ഇന്ന അംഗങ്ങൾ നിലത്ത് മുട്ടണം, സൂര്യ നമസ്കാരം പോലെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നിധിധ്യാസകനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. കാരണം ബ്രഹ്മം തന്നെയാണ് അദ്ദേഹം, ബ്രഹ്മം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു നിയമവും ഇല്ല അവിടെ. ബ്രഹ്മത്തിന് എന്ത് നിയമം? ഒരു നിയമങ്ങളും ഇല്ല. എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞ പിന്നെ നിയമം വല്ലതും ഉണ്ടോ? അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഇതൊക്കെ പറയണമെന്ന് ഓർക്കണേ. നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തണം. അപ്പോ സിദ്ധാസനം മൂലം ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കുന്നതിനാൽ നമസ്കാര നിയമങ്ങളില്ല, മുദ്രകളില്ല, ദേവതാമുദ്രകളില്ല, അതൊന്നും അവർക്ക് ആവശ്യമില്ല. പക്ഷേ നമുക്കിതൊക്കെ അവർ ചെയ്യുന്നതായിട്ട് കാണാം. അതെന്താ കാരണം? ആ കാര്യങ്ങളോടുള്ള റെസ്പെക്ട്. കാരണം തുടക്കത്തിലുള്ളവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ ഒരു ബ്രഹ്മജ്ഞാനി ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് നടന്നാൽ തുടക്കത്തിലുള്ളവർക്ക് ആര് പറഞ്ഞ് ഉപദേശം കൊടുക്കും? അതുകൊണ്ട് അവരിതെല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാം. അവർക്ക് ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ലെങ്കിലും അവര് ഈ വക കാര്യങ്ങള്, മുദ്രകള്, പൂജകള്, ജപങ്ങള്, നമസ്കാരങ്ങള്, ഇതൊക്കെ നിയമമനുസരിച്ച് തന്നെ ചെയ്യുന്നത് കാണാം. കാരണം ശിഷ്യരെ പഠിപ്പിക്കാനും ഗുരുവിന്റെ ഒരു അവസ്ഥയിലേക്ക് അവരെ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ
അവർ ആദ്യത്തെ പടികളിൽ കൂടി കയറി വന്നിട്ടേലേ പറ്റുള്ളൂ. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ട് വേണ്ടി 4-ലും 5-ലും 6-ലും ആകാൻ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 10-ാം ക്ലാസ് പാസ്സായ ആളും 1-ാം ക്ലാസ്സിലെ കാര്യം പഠിപ്പിക്കുന്ന കാണാം. ഞാൻ 10-ാം ക്ലാസ് പാസ്സായ ആളാണ്, 1-ാം ക്ലാസ്സിലെ കാര്യം ഇനി ഞാൻ എന്തിനാ പഠിപ്പിക്കണമെന്ന് വിചാരിക്കാറില്ല. അപ്പോ അതുപോലെ ഇവിടെ നിധിധ്യാസകൻ ബ്രഹ്മത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ കാണിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശ്രദ്ധ അങ്ങനെ പ്രത്യേക ആസനത്തിലോ പ്രത്യേക മുദ്രയിലോ പ്രത്യേക നമസ്കാര നിയമങ്ങളിലോ പോയി കുടുങ്ങി നിൽക്കരുത്. അവിടെ നിന്നെല്ലാം മനസ്സിനെ ഫ്രീ ആക്കി സർവസ്വതന്ത്രനായ ബ്രഹ്മനായിരിക്കണം. എന്താണ് ബ്രഹ്മം? മോക്ഷം. സർവസ്വതന്ത്രൻ, പൂർണ്ണൻ, അതല്ലേ ബ്രഹ്മം. ഞാൻ മോക്ഷാവസ്ഥയിലാണെന്നൊരാൾ മനസ്സിലാക്കുന്നത് എപ്പോഴാ? പൂർണ്ണ സ്വതന്ത്രനായിരിക്കുമ്പോൾ, ഒരു അറ്റാച്ച്മെന്റും ഉള്ളിലില്ലാതിരിക്കുമ്പോൾ, സർവവും ബ്രഹ്മമാണെന്നറിയുമ്പോൾ, ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണനായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കാണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ശിഷ്യപരമ്പരയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാം ശിഷ്യപരമ്പരയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ചെയ്യുന്നതെല്ലാം. നേരത്തെ ആ ഒരു ചോദ്യം ഉണ്ടായി. അപ്പൊ ശിഷ്യന്മാരെങ്ങനെ ഉണ്ടാവുന്നൊരു ചോദ്യം ഉണ്ടായി. വേറൊരു ആസനത്തെ ഒരു സാധനയുടെ കാര്യം പറഞ്ഞപ്പോ ചോദ്യം ഉണ്ടായത്. അപ്പൊ പിന്നെ എങ്ങനെയാ ശിഷ്യന്മാരുണ്ടാവുക? അപ്പൊ ശിഷ്യന്മാരുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ആചരണത്തിൽ കാണാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അവരിതിൽ നിന്നെല്ലാം സ്വതന്ത്രമായിട്ടിരിക്കുകയാണ്. അവരിപ്പോ ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ എപ്പോഴും ഒരാസനത്തൊക്കെ ഇരിക്കുന്ന കാണാം. അപ്പൊ അങ്ങനെ തന്നെ വേണം നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവർ ചിലപ്പോൾ കിടക്കുകയായിരിക്കും, കിടന്നുകൊണ്ടിരിക്കും, അല്ലെ? ചിലപ്പോൾ ചാരി ഇരിക്കുന്ന കാണാം, ചിലപ്പോൾ ഈസി ചെയർ പോലെ അങ്ങനെയായിരിക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ ആകാം. അത് അവരുടെ ഉള്ളില് അവർ സദാ ബ്രഹ്മത്തിലാണ്. പക്ഷെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ സമയത്ത് അവർ പല നിയമങ്ങളും പറയും, പല കാര്യങ്ങളും കാണിച്ചു തരും. അപ്പൊ നമ്മള് മുദ്രയൊക്കെ കാണിക്കാറുണ്ട്, ഇല്ലേ? എപ്പോഴാ? ദേഷ്യം വരുമ്പോ കോപമുദ്ര എല്ലാവരും കാണിച്ചു തരാന്ന് പറഞ്ഞൊരു കൈകൊണ്ടൊരു മുദ്രയൊക്കെ കാണിക്കും. അത് കോപമുദ്ര. ഇങ്ങനെ പല മുദ്രകളും കണ്ടെന്ന് വരാം. പക്ഷെ അതൊന്നും ആ നിയമപ്രകാരം നിധിധ്യാസകൻ ചെയ്യേണ്ട കാര്യമില്ല. സിദ്ധം യത് സർവഭൂതാദി. സിദ്ധം അത് പൂർണ്ണം. ഏതാണോ ലഭിച്ചിരിക്കുന്നത് അത് പൂർണ്ണമാണ്. സിദ്ധം പൂർണ്ണമായത് ഏത് ലഭിച്ചിരിക്കുന്നുവോ സർവഭൂതാദി. ഇവിടെ ആദി എന്ന് പറഞ്ഞ ഇവിടെ കാരണം ആണ്. എല്ലാ ജീവരാശികൾക്കും കാരണമായത്. അതാണ് ഇവിടുത്തെ ആദി കൊണ്ട് ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. ആദി എന്ന വാക്കിന് എല്ലാ ജീവരാശികൾക്കും കാരണമായത്, ഓൾറെഡി ഉള്ളത്, എല്ലാത്തിനും കാരണമായത്. അതിന് വേറൊന്നും കാരണമായിട്ടില്ല. ബ്രഹ്മത്തിന് വേറെ എന്തെങ്കിലും കാരണമായിട്ടുണ്ടോ? ഇല്ല. ബ്രഹ്മം തന്നെ എല്ലാത്തിനും കാരണം. ആ ജഗതീശ്വരൻ തന്നെ എല്ലാത്തിനും കാരണം. ആ ശക്തി, പ്രപഞ്ച ശക്തി തന്നെ എല്ലാത്തിനും കാരണം. സ്വയം പ്രകാശമായത്, സ്വയംഭൂവായത്, സ്വയം പ്രകാശമായത് ആ ബ്രഹ്മം, അത് തന്നെ എല്ലാത്തിനും കാരണം. അപ്പൊ സിദ്ധം യത് സർവഭൂതാദി വിശ്വാധിഷ്ഠാനമവ്യയം. വിശ്വ അധിഷ്ഠാനം, അല്ലെ? ലോകത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു, ലോകത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു. അവ്യയം, വ്യയം ഇല്ലാത്തത്, നാശം ഇല്ലാത്തത്. ലോകത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു, നാശമേ ഇല്ലാത്ത ഒന്നാണത്. യസ്മിൻ സിദ്ധാഹ സമാവിഷ്ടാഹ. ഏതൊന്നിലാണോ ഇങ്ങനെയുള്ള ആ ബ്രഹ്മം, അതിൽ ഏതൊന്നിൽ, യസ്മിൻ ആ ബ്രഹ്മത്തിൽ ജ്ഞാനികൾ എല്ലാം ചെന്ന് ചേരുന്നുവോ. യസ്മിൻ സിദ്ധാഹ സമാവിഷ്ടാഹ. എവിടെയാണോ ഇവരെല്ലാവരും ചെന്ന് ലയിച്ചിരിക്കുന്നത്, എല്ലാവരും ഏതിനെ പ്രാപിക്കുന്നുവോ, തത് സിദ്ധാസനം വിദുഹു. തത് സിദ്ധാസനം വിദുഹു. അതിനെ ജ്ഞാനികൾ സിദ്ധാസനം എന്ന് പറയുന്നു. അതാണ് ആചാര്യസ്വാമി പറയുന്ന സിദ്ധാസനം. യോഗാസനത്തിൽ പറയുന്ന സിദ്ധാസനം എന്ന് പറയുന്നത് കാലുകളൊക്കെ പ്രത്യേക രീതിയിൽ, നമ്മൾ സാധാരണ സുഖാസനത്തിൽ ഇരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാലുകളുടെ പോസ്ചറൊക്കെ മാറ്റിവെച്ച് ഒരു പ്രത്യേക രീതിയിൽ നിർബന്ധമായിട്ടും നിയമപ്രകാരം ഇരിക്കുന്ന സിദ്ധാസനം. ആ സിദ്ധാസനത്തിൽ കൂടിയേ ബ്രഹ്മത്തെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആചാര്യസ്വാമി പറഞ്ഞു അങ്ങനെയല്ല. എന്താണ് പിന്നെ പറഞ്ഞത്?
എങ്ങനെ ഏതൊന്നാണോ സർവത്തിനും കാരണമായിരിക്കുന്നത്, ഏതൊന്നാണോ എല്ലാത്തിൻ്റെയും ആധാരം, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക്, ആ ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കുന്ന ഒരാൾക്ക്, ആ പൂർണ്ണനായ ഒരാൾക്ക് അയാളിരിക്കുന്ന ആസനം തന്നെ സിദ്ധാസനം. അയാളിരിക്കുന്ന ആസനം തന്നെ സിദ്ധാസനം. അയാൾ വേറെ സിദ്ധാസനം ഉണ്ടായിട്ട് അയാൾ ഇരിക്കണ്ട. അയാൾ എങ്ങനെ ഇരിക്കുന്നു അത് സിദ്ധാസനം. അയാൾക്ക് എപ്പോഴും ഈ ധ്യാനത്തിന് സുഖമായിട്ട് ബ്രഹ്മചിന്തയിൽ മാത്രം എത്രയോ സമയം ഇരിക്കാൻ പറ്റുമ്പോ അയാൾ എങ്ങനെ ഇരിക്കുന്നു, ആ ആസനം അയാളുടെ സിദ്ധാസനം തന്നെയാണ്. അത് അയാൾക്ക് സിദ്ധിച്ചത് തന്നെയാണ്. കാരണം അയാൾ ബ്രഹ്മസിദ്ധനാണ്. അയാൾ സിദ്ധനാണ്, ബ്രഹ്മം ലഭിച്ച ആളാണ്, ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ആളാണ്, ബ്രഹ്മം തന്നെയാണ്. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ നിധിധ്യാസകന് ആസന വിശേഷം ഇല്ല. അത്രയും മനസ്സിലാക്കും. ആസന വിശേഷം ഇല്ല. ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ആചാര്യസ്വാമി ഇങ്ങനെ 2 ശ്ലോകങ്ങളായിട്ട് ഇതിനെ പറഞ്ഞ്, നിങ്ങൾ പ്രത്യേക ആസനത്തിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, കാല് മടങ്ങുന്നില്ലല്ലോ, നിവരുന്നില്ലല്ലോ, കാല് ധരിക്കുന്നല്ലോ, ഇതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ സദാ ബ്രഹ്മചിന്തനത്തിലിരിക്കൂ. ആ ബ്രഹ്മചിന്തനം തന്നെയാണ് നിങ്ങൾ എങ്ങനെ ഇരുന്ന് ബ്രഹ്മചിന്തനം നടത്തുന്നോ അത് തന്നെയാണ് നിങ്ങളുടെ ആസനം. ശരീരത്തെ ശ്രദ്ധിക്കണ്ട, അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, അതിൽ ശ്രദ്ധ കടക്കല്ലേ. മനസ്സിൽ ഈ ബ്രഹ്മവിചാരം മനസ്സിൽ വരട്ടെ, അത് മാത്രമാണ് മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ശരിയല്ലേ? നമ്മൾ പ്രായമായില്ല, വയസ്സായി കഴിഞ്ഞ് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഗോവണിപ്പടി കയറാൻ വയ്യ, എന്തിനാ അധികം സമയം ഇരിക്കാൻ പറ്റുന്നില്ല, അധികം സമയം കിടക്കാനും പറ്റുന്നില്ല, നടന്നു പോകാനും പറ്റുന്നില്ല, അമ്പലത്തിലും പോകാൻ പറ്റുന്നില്ല, അമ്പലത്തിൽ പോയി ശകലം നേരം ഇരിക്കാന്ന് വെച്ചാൽ അതും പറ്റുന്നില്ല, എന്നാൽ ഏതെങ്കിലും ആൽത്തറയിൽ പോയി ഇരിക്കാന്ന് വെച്ചാൽ അതും പറ്റുന്നില്ല. അല്ലോ, വല്ലാത്ത അവസ്ഥയാണ്. കാലിന് വലിയ പ്രശ്നമാണ്, എല്ലാവർക്കും കാലിനാണ് പ്രശ്നം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിക്കും? യോഗാസനത്തിൽ പറഞ്ഞ സിദ്ധാസനത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അയ്യോ കഷ്ടം. സിദ്ധാസനത്തിൽ ഇരിക്കാൻ കുഞ്ഞിലെ ശീലിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോ ബ്രഹ്മജ്ഞാനി ആകാമായിരുന്നു, ബ്രഹ്മത്തെ ധ്യാനിക്കാമായിരുന്നു. ഇപ്പൊ ഇനി സിദ്ധാസനത്തിൽ ഇരിക്കാൻ പറ്റാത്ത കാരണം ഇനി എനിക്കൊരിക്കലും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകില്ല എന്നാരും വിചാരിക്കണ്ട എന്ന് ആചാര്യസ്വാമിയോട് പറഞ്ഞു തരാണ്. അതൊന്നുമല്ല വിഷയം, അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമല്ല ഇതിന്റെ പുറകിൽ. അതൊക്കെ ആദ്യത്തെ പടിയിൽ പഠിക്കുന്ന സമയത്ത് ആരംഭത്തിലുള്ളവർക്കുള്ളതാണ്. നിങ്ങൾ ആരംഭത്തിലുള്ളവരല്ല. ഇടയ്ക്ക് നമ്മളെ വിളിച്ചല്ലോ, മഹാൻ എന്നൊക്കെ വിളിച്ചല്ലോ നമ്മളെ. അപ്പൊ നമ്മൾ ആരംഭത്തിലുള്ളവരല്ല, ഇത്രയും പഠിച്ചില്ലേ. അപ്പോ അങ്ങനെ മാത്രമല്ല, ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തെ അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ഇരിക്കാനൊക്കെ പറ്റുമോ? പറ്റില്ല. അപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അതിൽ നിന്നൊക്കെ ചിന്തകളെ വിടുക, ശരീര സംബന്ധമായ ചിന്തയെ ഒഴിവാക്കുക. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. നേരത്തെ ദേശവും കാലവും പറഞ്ഞു, ഏത് സ്ഥലത്തായിരിക്കണേന്ന് വിഷമിക്കണ്ട, ഏത് കാലമാണെന്ന് വിഷമിക്കണ്ട. ഇപ്പൊ പറയുന്നു ഏത് ആസനമെന്ന് ഒന്നും വേണ്ട, പൂർണ്ണ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. നമ്മുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ ഒറ്റ ചിന്തയെ മനസ്സിൽ പാടുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. സാക്ഷാൽ ജഗദീശ്വരൻ മാത്രം മനസ്സില്, ബ്രഹ്മം മാത്രം മനസ്സില്, ഈ ശരീരത്തെ കുറിച്ചുള്ള ഒരു ചിന്തയും പാടില്ല. ആ ഒരവസ്ഥയിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ശരീരത്തിനെ സംബന്ധിച്ച ബന്ധുമിത്രാദികളുടെ കാര്യവും പ്രശസ്തിയുടെ കാര്യവും അങ്ങനെ പല പല ശരീരമായിട്ട് ബന്ധപ്പെട്ടതിനും കാര്യങ്ങളെ വിചാരിച്ചുകൊണ്ട് ആസനം മാത്രം പ്രശ്നമല്ലെന്ന് വിചാരിച്ചാൽ അത് ശരിയാവത്തില്ല. അങ്ങനെ പാടില്ല. ചില കാര്യങ്ങൾക്ക് ശരീരത്തിന്റെ ശ്രദ്ധയെ വിടുകയും ചില കാര്യങ്ങൾക്ക് വിടാതിരിക്കുകയും അങ്ങനെ പാടില്ല. എല്ലാ കാര്യത്തിലും പൂർണ്ണ സ്വതന്ത്രമായിരിക്കണം. ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റിനും പുറകെ പോകരുത്. പുറകെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, ആചാര്യസ്വാമി പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് പ്രാവർത്തികമാകില്ല, അതിന്റെ ഫലം നമുക്ക് കിട്ടൂല. അതുകൊണ്ട് എല്ലാ തരത്തിലും ഡിറ്റാച്ച്ഡ് ആയിട്ട് വേണം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സിമ്പിളാക്കി തന്നിരിക്കുകയാണ്. ഒന്നും വിഷമിക്കേണ്ട. ഇതിൽ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു വറിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് പിന്നെ എന്താണ് മനസ്സിന് വിഷമം എന്ന് പറയാനുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ദേശത്തെക്കുറിച്ച് വിഷമിക്കണ്ട, മനസ്സിന് കാലത്തെക്കുറിച്ച് വിഷമിക്കണ്ട, ആസനത്തെക്കുറിച്ച് വിഷമിക്കണ്ട. അങ്ങനെ കുറെ ഇല്ല. ഇപ്പൊ എത്രയായി? 8ാമത്തെ സാധനം. 7 സാധനങ്ങളെ നേരത്തെ പറഞ്ഞു. 7നെ കുറിച്ചും ഒന്നും വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ സകല വിഷമങ്ങളും മാറും, എല്ലാ കാര്യങ്ങളും മാറും. ഈ വഴിയിലുള്ള വിഷമങ്ങൾ, അല്ലാതെ മറ്റു കാര്യങ്ങളുമല്ല. ലൗകികമായിട്ടുള്ള വിഷമങ്ങളെ ഇവിടെ കൊണ്ട് കലർത്തിയിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ലൗകികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ വരാൻ പാടില്ല. അതിനെല്ലാം മാറ്റി നിർത്തിയിട്ടാണ്, ഉള്ളിന്റെ ഉള്ളിലുള്ള കളിയാണ് ഈ മുഴുവൻ കളിക്കുന്നത്. എല്ലാം ഇന്റേണൽ ആയിട്ടാണ്, പുറത്തേക്കല്ല.
ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന രീതിയിൽ ഇരിക്കണം നിർബന്ധമില്ല, ഇന്ന ദേശത്ത് പോകണം നിർബന്ധമില്ല, ഇന്ന കാലങ്ങളിലായിരിക്കണം, ബ്രാഹ്മമുഹൂർത്തം നോക്കണം അല്ലെങ്കിൽ മറ്റേ മുഹൂർത്തം നോക്കണം, ഒന്നും വേണ്ട. യാതൊരു നിർബന്ധങ്ങളുമില്ല. സദാ ബ്രഹ്മത്തിൽ, എപ്പോഴും മനസ്സ് ബ്രഹ്മത്തിൽ മാത്രം. ആ ഒരവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സുഖാന്ന് ആലോചിച്ചു. എന്തെങ്കിലും വറി ഉണ്ടാവും? ഒരു വറിയും ഉണ്ടാവില്ല മനസ്സിൽ. അപ്പൊ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞല്ലോ, എപ്പോഴും മനസ്സ് എന്തിനെങ്കിലും കുറിച്ച് വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ശരിയല്ലേ? എന്തെങ്കിലും ഒരു വറി ഉണ്ടാവും ഏത് സമയം. എനിക്കത് കേട്ടിട്ട് വളരെയധികം ശരിയാന്ന് തോന്നി. എന്നുവെച്ചാൽ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത നേരമില്ല, എപ്പോഴും പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പോലും ഉണ്ടാവും. അപ്പോ ഒരു ഇപ്പൊ ശരിക്കും അപരോക്ഷ അനുഭൂതി എന്ന് പറഞ്ഞാൽ തടസ്സത്തെ മാറ്റാനാണല്ലോ. അപ്പൊ ഇത് പല തടസ്സങ്ങളാണ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിലെ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക ആചാര്യസ്വാമി. അപ്പൊ ആസനവിശേഷം ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. നിധിധ്യാസകൻ ഇന്ന നേരത്തിൽ ഇന്നത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ എപ്പോഴും ബ്രഹ്മവിഷയത്തിലാണ്, ആ ഒരു ഉണർവിലാണ്, ആ ഒരു ബോധത്തിലാണ്. ഒരു പ്രത്യേക സമയം പറഞ്ഞാൽ മറ്റു നേരം ബ്രഹ്മനിഷ്ഠനല്ലാണ്ടാവും. അയാൾ സദാ ആണ്. പിന്നെ ഇന്നൊരു സ്ഥലത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തിൽ പോകുമ്പോൾ ബ്രഹ്മനിഷ്ഠനല്ലാണ്ടാവും, അതും പറ്റില്ല. സർവത്ര എവിടെ പോയാലും നിധിധ്യാസകൻ ബ്രഹ്മത്തിൽ തന്നെ, ജ്ഞാനിയല്ലേ, ഫുൾ ടൈം ജ്ഞാനത്തിലല്ലേ. അപ്പോ ബ്രഹ്മനിഷ്ഠയിൽ ഇരിക്കലാണ് എപ്പോഴും. ഞാൻ ബ്രഹ്മം എന്ന നിഷ്ഠയിൽ ഇരിക്കുന്നു. അപ്പോ ആസന നിയമങ്ങളില്ല, പൂജാതി നിയമങ്ങളില്ല, അങ്ങനെ യാതൊരു നിയമങ്ങളുമില്ല. സിദ്ധാസനം എന്ന ആരോ പറഞ്ഞ അതിൽ കൂടിയേ ബ്രഹ്മപദം നേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നിധിധ്യാസകനെ സംബന്ധിച്ചോളമില്ല. നിധിധ്യാസകന് ഏത് രീതിയിൽ ഇരുന്നാലും അത് തന്നെ സിദ്ധാസനം. അങ്ങേർക്ക് കിട്ടിയ ആസനം സിദ്ധൻ തന്നെ. കാരണം ബ്രഹ്മസിദ്ധനാണ്, ബ്രഹ്മത്തെ ലഭിച്ച ആളാണ്. ഇത്രയുമാണ് ആസനത്തെ കുറിച്ച് ആചാര്യസ്വാമി 2 ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് കയ്യും കാലും മടങ്ങുന്നില്ല എന്നോ ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. മനസ്സിൽ സദാ ബ്രഹ്മചിന്ത നിറച്ചാൽ അത് ധാരാളം, അത് മതി നമ്മുടെ അന്തിമ സമയത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ. എല്ലാവരും ഒരുവിധം ആ സമയത്തേക്കൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ, പുറകോട്ടല്ലല്ലോ, യാത്ര മുന്നോട്ടാണല്ലോ. അതുകൊണ്ട് ഈ വക വിഷമങ്ങളെ മനസ്സിൽ നിന്ന് കളയുക. എനിക്കിരിക്കാൻ പറ്റുന്നില്ല, കാല് ചമ്മറം മണഞ്ഞിരിക്കാൻ പറ്റുന്നില്ല, കയ്യിൽ മുദ്ര പിടിക്കാൻ പറ്റുന്നില്ല, വിരല് വിറച്ചുകൊണ്ടേയിരിക്കുന്നു, ഇതൊന്നും വിഷമിക്കണ്ട. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഏത് സമയവും ഭഗവാനിൽ ഇരിക്കുക, ഭഗവാനിൽ മാത്രം ഇരിക്കുക. സായിറാം, അങ്ങനെ ഇരിക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഉള്ളിൽ എപ്പോഴും ഈ ബ്രഹ്മചിന്തനമായിട്ട് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം വീണ്ടും കാണാം. സാറേ, സാറ് വിളിച്ചപ്പോ ഞാൻ കേട്ടില്ലായിരുന്നു. ഞാനത് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പം സാറ് പരിധിക്ക് വിളിയില്ലായിരുന്നു രാമായണ. അതെ, വൈറൽ ഫീവർ അവന്. ആണോ? കഴിയട്ടെ, കഴിഞ്ഞിട്ട് മതി. ഞാൻ പറ്റുകയാണെങ്കിൽ അവനെ ചെറിയൊരു ഭാഗം ചൊല്ലിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അത് ചൊല്ലിക്കാൻ സാറേ. ആയിക്കോട്ടെ, പനി മാറിയിട്ട് കയറിയാ മതി. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ.